എൻ്റെ ഷോ എന്ന സങ്കല്പം തന്നെ തെറ്റാണ്, ഇല്ലേ? എനിക്കങ്ങനെ തോന്നുന്ന ഒരാളാണ്. അതെ. നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുന്നു. ആ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പറയാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നു, പാനലിൽ ഉൾപ്പെടുത്തുന്നു. അവർ പരസ്പരമുള്ള ചർച്ചയിലൂടെ ഒരു പുതിയൊരു ആശയം അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത പ്രേക്ഷകർ വരണം. അങ്ങനെ വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം നിറവേറുന്നില്ല. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം മുഖങ്ങളാണ് മിക്കവാറും. അതെ. അപ്പോൾ ഒരാൾ വന്ന് ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയൂ എന്നൊരു നല്ല ധാരണ നമുക്കുണ്ട്. ഞാൻ ആ ധാരണയിൽ പെടുന്ന ഒരാളാണ്. ആ ധാരയിൽ പെടുന്ന ആളാണെങ്കിൽ ഞാൻ ഇന്ന് അവൻ തകർക്കും. ഞാനത് മാത്രമേ നോക്കുള്ളൂ, മറ്റയാളെ അടിച്ചെടുത്തു. മറ്റൊരു ധാരയിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം എന്ത് പറയുന്നു എന്നായിരിക്കും ആ പ്രേക്ഷകർ ചിന്തിക്കുക. അങ്ങനെ ഒരു വിഭാഗീയത ഈ ചർച്ചകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വലിയ പരാജയം. ആങ്കറിനെ സംബന്ധിച്ചിടത്തോളം ആങ്കർ എന്തിനത് എൻ്റെ ഷോ ആയി കണക്കാക്കണം എന്ന് എനിക്കറിയില്ല. ഞാനത് അറിയാത്ത ഒരാളാണ്. എനിക്കറിയില്ല. അത് എൻ്റെ ഷോ അല്ലല്ലോ. എൻ്റെ ഷോ അല്ല. ഇതൊരു പൊതുവിഷയം നമ്മൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് അവർക്ക് വ്യക്തത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു സാധാരണ നടപടിയാണ്. അതിൽ കിട്ടാവുന്ന ഒരുപക്ഷെ സിനുജി പ്രകോപിപ്പിച്ചാലാണ് ചില സാധനങ്ങൾ വരിക, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി പ്രകോപിപ്പിക്കണം. അത് കഴിയുമ്പോൾ പറയുന്നത് നീ എന്നെ വെറുതെ ചൂടാക്കിയല്ലേ എന്ന് സിനുജിക്ക് ചോദിക്കാൻ സാധിക്കണം. അപ്പോൾ ചേട്ടാ അല്ലെങ്കിൽ കിട്ടുമോ, അല്ലെങ്കിൽ ചേട്ടനൊരു വാക്ക് കിട്ടുമോ എന്ന് പറയുമ്പോൾ അത് പിറ്റേ ദിവസം സിനുജി വരുന്ന വേറൊരു വിഷയമായിട്ടാണെങ്കിൽ ഞാൻ പ്രകോപിപ്പിക്കുന്നില്ല, കാരണം വേറെ ആളാണ് പ്രകോപിപ്പിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ, അതായത് നമ്മുടെ ചോദ്യങ്ങളാണല്ലോ അത്. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ടതായ ഉത്തരം കിട്ടേണ്ടത്, ആ ചോദ്യങ്ങളാണല്ലോ നമ്മൾ ചോദിക്കുക. ഇതങ്ങനെയല്ല. ഈ ഒരു രാഷ്ട്രീയമുണ്ട് മാനേജ്മെൻറ്റിന്. അത് സാധാരണ നമ്മൾ രാഷ്ട്രീയം എന്ന് പൊതുവെ പൊതുജനം കരുതി വരും. നമ്മളല്ല, പൊതുജനം വിചാരിച്ചു വച്ചിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി വെച്ചിട്ടുള്ള ചാനലുകൾക്ക് മാത്രമേ രാഷ്ട്രീയമുള്ളൂ. അത് ഓരോ ചാനലുകളും അത് അവരുടെ ഇവരുടെ. മറ്റ് ചാനലുകൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, നിഷ്പക്ഷമാണെന്നാണ്. അവർക്കും രാഷ്ട്രീയമുണ്ട്, അറിയാലോ. വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ആ ബിസിനസ് താല്പര്യത്തിന് ഹാനികരമായിട്ട് ഒന്നും വരുത്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.